കോടതി മുറിക്കുള്ളിൽ അവൾ ഒരുപാട് അനുഭവിച്ചല്ലോ, എല്ലാവർക്കും അറിയാമല്ലോ. 2 മണിക്കൂർ ആ തെരുവിൽ അനുഭവിച്ചതിൻ്റെ 100 ഇരട്ടി 15 ദിവസം കോടതി മുറിക്കുള്ളിൽ അവൾ അനുഭവിച്ചു. അത് അവൾ പറയുമ്പോഴേ അത് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഞാൻ പറയുമ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് നിങ്ങൾക്ക് കിട്ടണം എന്നില്ല. ഈ ഇൻസിഡന്റ് ഭാഗ്യലക്ഷ്മിയുടെ വാദങ്ങൾ കണ്ടോ? ഭാഗ്യലക്ഷ്മി മാത്രമേ അവൾക്കൊപ്പം ഉള്ളൂ എന്നാണ് ഭാഗ്യലക്ഷ്മിയുടെ ചിന്ത. നമ്മളെല്ലാവരും കേരളക്കര ഒട്ടനേകം ആൾക്കാരുണ്ട്, അവരെല്ലാവരും അവൾക്കൊപ്പം തന്നെയാണ്. ഇരയ്ക്ക് നീതി കിട്ടിയില്ല എന്നാണ് ഭാഗ്യലക്ഷ്മി പറഞ്ഞു വെക്കുന്നത് അല്ലേ? ശരിക്കും നമ്മളത് ആലോചിച്ച് നോക്കി. ഈ കേസിൽ ആര് ശിക്ഷിക്കാതെ പോയി കഴിഞ്ഞാൽ അവർ പറയുന്നതിൽ 100% സത്യമുണ്ട്. പക്ഷേ പൾസർ തൊട്ട് മാർട്ടിൻ ആൻ്റണി, മറ്റേ സലീം, മണികണ്ഠൻ, ഈ എല്ലാവരും ശിക്ഷിക്കാനുള്ള കോടതി ഉത്തരവിട്ടിട്ടുണ്ട്. എന്നിട്ടും ഇവർക്ക് ദിലീപിനെ അറസ്റ്റ് ചെയ്യാത്തതിലും ദിലീപിന് ശിക്ഷ കിട്ടാത്തതിലുമാണ് ബുദ്ധിമുട്ടുകൾ മൊത്തവും. അവർ പറയുന്നുണ്ട് അവൾ അനുഭവിച്ച കോടതി മുറികളിൽ അവൾ അനുഭവിച്ച സങ്കടങ്ങൾ. ശരിയാണ്, ആ ഒരു ഇൻസിഡൻറ്റ് പോരാതെ കോടതി മുറികളിലും അത് റിപ്പീറ്റ് പറയുമ്പോൾ ഒരുപാട് മാനസിക വിഷമങ്ങൾ ഉണ്ടാകാം. പക്ഷേ നിങ്ങൾ എന്തെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ആ കുറ്റം അദ്ദേഹം ചെയ്തിട്ടില്ലെങ്കിൽ 9 വർഷത്തോളം അദ്ദേഹം എന്തുമായിരിക്കും അനുഭവിച്ചിട്ടുണ്ടാകുക? അല്ല, അദ്ദേഹത്തിൻ്റെ കുടുംബം എന്തായിരിക്കും അനുഭവിച്ചിട്ടുണ്ടാകുക? അദ്ദേഹം ആണായിട്ട് പറയുന്നത് ആദ്യം തൊട്ടേ ഇന്ന് വരെ. ഇപ്പോൾ കോടതി അദ്ദേഹത്തെ വെറുതെ വിടുമ്പോഴും 9 വർഷമായിട്ട് ഒരു മനുഷ്യൻ, അതായത് ഒരു സ്ത്രീയെ ബലാത്സംഗം ചെയ്തു എന്ന് പറഞ്ഞ് 9 വർഷം, 2 പെൺകുട്ടികളാണ്. ആ പെൺകുട്ടികളും ഇദ്ദേഹത്തിൻ്റെ ഐഡന്റിറ്റിയിലാണ് അറിയപ്പെടേണ്ടത്. 9 വർഷം അദ്ദേഹത്തെ വേട്ടയാടിയപ്പോഴും അദ്ദേഹത്തിന് ഇതൊന്നും ഇല്ലായിരുന്നു, ബാധകമല്ലായിരുന്നു അദ്ദേഹത്തിന്. ഈ ജീവിതത്തിൽ അദ്ദേഹം ഒന്നും ബാധകമല്ലാത്ത ആളാണോ? നിങ്ങൾ അദ്ദേഹത്തെ ഇപ്പോൾ വെറുതെ വിടുമ്പോഴും അത് നിങ്ങൾക്ക് സഹിക്കാൻ വയ്യ. ഇപ്പോൾ ഭാഗ്യലക്ഷ്മിയുടെ വേറൊരു സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ കണ്ടായിരുന്നു, അദ്ദേഹത്തിൻ്റെ പടം വിജയിക്കാൻ അനുവദിക്കത്തേ ഇല്ല. അപ്പം എന്തിനു വേണ്ടി വൈരാഗ്യം ഭാഗ്യലക്ഷ്മിക്ക് ദിലീപിനോടുണ്ടെന്ന് ആലോചിച്ച് നോക്കിയത്. ഈ ഒരു ഇത് മാത്രമല്ല, ഇവർ തമ്മിൽ എന്തോ വ്യക്തി വൈരാഗ്യമുണ്ട്. ആ ഭാഗ്യലക്ഷ്മി അത് മുതലെടുക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്, വ്യക്തിപരമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം നിരന്തരം ദിലീപിനെതിരെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം. കാരണം കോടതിയൊന്നും ഭാഗ്യലക്ഷ്മിയുടെ കണ്ണിലോ, കീഴ്ക്കോടതിയുടെ വിധി എന്ന് പറഞ്ഞ ഭാഗ്യലക്ഷ്മിയുടെ കണ്ണിൽ സത്യം പറഞ്ഞാൽ എന്തോ മറ്റേ പള്ളിമണി അടിക്കുന്ന പോലെ ചെറിയ എന്തോ കാര്യമാണെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. കാരണം ഭാഗ്യലക്ഷ്മിക്കെതിരെ ഒരു അറസ്റ്റ് വാറണ്ട് വന്നപ്പോൾ ഭാഗ്യലക്ഷ്മി ഒളിവിപ്പോയതാണ്. ഈ എന്താ പറയുക, നിയമത്തിനെ അനുസരിക്കുന്ന ആളെ അല്ല എന്നുള്ള കാര്യം നമുക്ക് അന്ന് തന്നെ അറിയാം. ഒരാളുടെ വീട്ടിൽ പോയി അയാളുടെ മേത്ത് കരിയോലും കോരി ഒഴിച്ച് അയാളുടെ കുത്തിനും കുത്തിപ്പിടിച്ച് അയാൾ എന്തോ ആയിക്കോട്ടെ, അത് നിങ്ങൾ പോലീസിൽ കംപ്ലൈൻറ്റ് ചെയ്യാൻ വേണ്ടത്. നിയമത്തെ അനുസരിക്കുന്ന ഒരു സ്ത്രീയെ അല്ല ഭാഗ്യലക്ഷ്മി. അതുകൊണ്ട് തന്നെ അവൾ അനുഭവിച്ച സങ്കടങ്ങളെല്ലാം ഞങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്, ഞങ്ങൾക്ക് വിഷമമുണ്ട്. പക്ഷേ അവൻ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അവൻ അനുഭവിച്ച സങ്കടങ്ങൾക്ക് ഇവിടെ വിലയൊന്നും ഇല്ലെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ, അതായത് പുരുഷന്മാരനുഭവിക്കുന്നത്, ഇവർ കണ്ടിട്ടുള്ള പുരുഷന്മാരെല്ലാം അവരെ ഉപദ്രവിച്ചവരായിരിക്കാം. അന്നും പറഞ്ഞ എല്ലാ ലോകത്തുള്ള എല്ലാ പുരുഷന്മാരും ചീത്തയാണെന്നുള്ളൊരു കൺസെപ്റ്റാണ് ഇവർക്കുള്ളത്. ഇവരുടെ മെൻറ്റാലിറ്റി ഇത് തന്നെയാണ്. ഇവരെല്ലാവരും കുറ്റം പറഞ്ഞ് നടക്കുന്ന ആൾ തന്നെയാണ്. അതുപോലെ തന്നെ ദിലീപിനെ നിരന്തരം ഇപ്പോഴും ദിലീപിനെ കുറിച്ച് കുറ്റം പറയാം. ദിലീപ് അവർ ഊണ് കഴിച്ചില്ല എന്നാണ് പറയുന്നത്. ദിലീപിനെ ശിക്ഷിക്കാത്തതുകൊണ്ട് ഊണ് കഴിച്ചില്ല. ഞാനൊരു സിമ്പിളായിട്ടൊരു കാര്യം പറയുകയാണെങ്കിൽ, കോടതികളിൽ സെൻറ്റിമെൻറ്റ്സ് അല്ല വർക്കൗട്ട് ആകുന്നത്, കണക്ഷനായിട്ടുള്ള ലീഡ്സാണ്. അതായത് തെളിവുകളാണ് അവിടെ മുഖ്യമായിട്ട് സംസാരിക്കുന്നത്. വെളിയിൽ എന്ത് ഉണ്ടെന്നുള്ളത് അവർക്ക് അറിയില്ല. അതായത് പൊതുജനത്തിൻ്റെ ഹിതം വെച്ചിട്ടല്ല ഒരിക്കലും കോടതികൾ വിധി പറയുന്നത്. അല്ലാതെ നിങ്ങൾ സങ്കടപ്പെട്ടു എന്നുള്ള, ഭാഗ്യലക്ഷ്മി സങ്കടപ്പെട്ടു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് കോടതി ദിലീപിനെ ശിക്ഷിക്കില്ല. അതായത് നിങ്ങൾ അത്ര ഇപ്പോൾ അദ്ദേഹവും പൾസർ സുനി തമ്മിലുള്ള ബന്ധം തെളിയിക്കാൻ ഇന്നവരെ പറ്റിയിട്ടില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, അദ്ദേഹം ഒരു കൊടും ക്രിമിനലായിട്ടുള്ള ആളാണ് പൾസർ സുനി എന്ന് പറയുന്നത്. അങ്ങനെ ഒരു മനുഷ്യൻ ഒരാളുടെ പേര് പറഞ്ഞു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് നിങ്ങൾ അദ്ദേഹത്തെ തന്നെ ഇങ്ങനെ ചുറ്റി പിടിച്ചുകൊണ്ടിരിക്കുകയാണ്.